തരൂരിനെ ഇനി വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിശ്വപൗരനാണെങ്കിലും ഇന്ത്യയിൽ തരൂർ വേരുറപ്പിച്ചത് കോൺഗ്രസ് നൽകിയ ലോകസഭാ അംഗത്വവും കേന്ദ്രമന്ത്രി പദവിയൊക്കെയും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി നിരീക്ഷിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നതിനിടയിൽ മോദി ഭക്തിഗാനങ്ങളും ആലപിക്കുന്നതാണ് ഇപ്പോൾ തരൂറിൻ്റെ പണി. അതുകൊണ്ട് തന്നെ തരൂറിന് ചുറ്റും CCTV എന്ന പോലെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റഷ്യൻ പര്യടനം പൂർത്തിയാക്കി ഡൽഹിയിലെത്തിയ ലോകസഭാ MP ശശി തരൂറിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് കോൺഗ്രസ്. തുടർച്ചയായുള്ള മോദി സ്തുതിയിൽ പാർട്ടി ഹൈക്കമാൻഡിലടക്കം കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് റഷ്യൻ പര്യടനം പൂർത്തിയാക്കി തരൂർ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. മോദി സ്തുതിയിൽ തരൂരിനെ ഇത്തരത്തിൽ കയറൂരി വിടരുത് എന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായിരിക്കെ ഇനി എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായാൽ കോൺഗ്രസ് നേതൃത്വം ഉടൻ തന്നെ തരൂരിനോട് വിശദീകരണം ചോദിക്കാനാണ് സാധ്യത. BJP നേതാവായ നരേന്ദ്രമോദിയെ പുകഴ്ത്തിപ്പാടുക മാത്രമല്ല, സ്വന്തം പാർട്ടി അധ്യക്ഷനായ മല്ലികാർജുൻ ഖർഗെയെ ധിക്കരിക്കാനും തരൂർ ശ്രമിച്ചതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ഖാർഗെ തരൂരിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലർക്ക് മോദിയാണ് വലുതെന്നും അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം രണ്ടാമതാണ് എന്നുമാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഖർഗെ പറഞ്ഞത്. തരൂരിൻ്റെ ഇംഗ്ലീഷ് വായിച്ചിട്ട് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അത് വായിച്ചു മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമെന്നും ഖർഗെ പരിഹസിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഐക്യമാണ് കോൺഗ്രസിന് വലുതെന്നും വേറെ ആർക്കെങ്കിലും മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ എന്നും ഖർഗെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അധ്യക്ഷന് കൊടുക്കേണ്ട വില പോലും നൽകാതെ AICC അധ്യക്ഷനെ പരസ്യമായി അല്ലെങ്കിൽ പരോക്ഷമായി വിമർശിക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു MP കൂടിയായ തരൂർ സമയം കണ്ടെത്തിയത്. പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും ചിറകുകൾ നിന്റേതാണ്, ആകാശം ആരുടെയും സ്വത്തുമല്ല എന്ന ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു തരൂർ പാർട്ടി അധ്യക്ഷന് മറുപടി നൽകിയത്. പിന്നീട് അതിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഇടപെടേണ്ടി വന്നു. ഈ ട്വീറ്റിന് മറുപടിയുമായി കോൺഗ്രസ് MP മാണിക്കം ടാഗോർ രംഗത്ത് വന്നിരുന്നു. പക്ഷികൾക്ക് പറക്കാൻ അനുമതി ആവശ്യമില്ലെന്നും സ്വതന്ത്രമായി പറക്കുമ്പോൾ ആകാശം അത് നിരീക്ഷിക്കണമെന്നും മാണിക്കം ടാഗോർ മറുപടി നൽകി. മതിയാക്കിയില്ല, മോദിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു പിന്നീടും ശശി തരൂർ. അങ്ങനെ തരൂറിൻ്റെ പേരിൽ കോൺഗ്രസ് പരസ്യ പ്രസ്താവനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും വലിയ അച്ചടക്ക ലംഘനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുമാത്രമല്ല, ദി ഹിന്ദു ദിനപത്രത്തിൽ തരൂർ എഴുതിയ ഒരു ലേഖനം അത് വലിയ വിവാദമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജം, ചലനാത്മകത, ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ആഗോളവേദിയിൽ ഇന്ത്യക്ക് സ്വത്തായി തുടരുമെന്നാണ് ശശി തരൂർ ലേഖനത്തിൽ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നയതന്ത്ര ബന്ധം ദൃഢനിശ്ചയത്തിൻ്റെയും ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെതുമായിരുന്നുവെന്നും ഇന്ത്യക്ക് വ്യക്തതയോടും ബോധ്യത്തോടും കൂടി അന്താരാഷ്ട്ര വേദികളിൽ ഇതേപ്പറ്റി സംസാരിക്കാൻ കഴിയുമെന്നും തരൂർ എഴുതി. ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പങ്കുവച്ചു. അത് കോൺഗ്രസിനാണ് ക്ഷീണം നൽകിയത്. അങ്ങനെ അനവധി പ്രസ്താവനകൾ കൊണ്ട് സ്വന്തം പാർട്ടിയെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് തുടരുകയാണ് തരൂർ. ഇന്ദിരാഗാന്ധിയെയും മോദിയെയും താരതമ്യപ്പെടുത്തി മോദിയെയാണ് മുന്നിൽ നിർത്തിയത് അദ്ദേഹം. അങ്ങനെ ഒരു സൂചന കൂടി നൽകി. അങ്ങനെ അതിരുകൾ ലംഘിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടി ഉറപ്പ് എന്നുള്ളത്. അതോടെയാണ് തരൂറിനു ചുറ്റും ഇനി CCTV ക്യാമറകൾ എന്ന പോലെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.